പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. കർത്താവിന്റെ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. പക്ഷെ നമ്മുടെ സമയം എത്ര മിനിറ്റ് പക്ഷേ? 30 minutes. ഓക്കെ. അയ്യാ ഓക്കെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഓക്കെ, കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ ദൈവം തന്ന നല്ല അവസരത്തിനായി കർത്താവിനെ വാഴ്ത്തുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. പ്രേരണയിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും വേഗം വരുന്നതിനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ദൈവത്തിന്റെ കൃപയാലും കരുണയാലും കർത്താവ് നമ്മളെ എല്ലാവരെയും അത്ഭുതകരമായി നടത്തിയ ദൈവസ്നേഹത്തിനായി ദൈവത്തെ വാഴ്ത്തുകയാണ്, ദൈവത്തെ സ്തുതിക്കുകയാണ്. ആമേൻ. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങൾക്കും അനുഗ്രഹവും കോട്ടയുമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയുടെ ശക്തി നമ്മൾ ഓരോ ദിവസവും രുചിച്ചറിയുന്നത് ഓർത്തും ദൈവത്തെ വാഴ്ത്തുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നല്ലവനായിട്ട് കൂടെ ഇരിക്കുന്നു. അവയെ പ്രത്യേകാൽ ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളെല്ലാം നമുക്കറിയാം, വളരെ പ്രയാസത്തിന്റെയും പ്രതികൂലങ്ങളുടെയും ഒക്കെ നടുവിലൂടെയാണ് ദൈവമക്കൾ കടന്നു പോകുന്നത്. ഓക്കെ, പ്രത്യേകിച്ച് നമ്മൾ ഈ എവിടെയെങ്കിലും ഒരു യുദ്ധത്തിന്റെ ശ്രുതി കേൾക്കുമ്പോഴേക്കും നമ്മൾ ആകുലപ്പെടുന്നവരാണ്. വാസ്തവത്തിൽ മത്തായി സുവിശേഷം 24 പറയുന്ന യുദ്ധങ്ങൾ ശ്രുതികളെ കുറിച്ച് നിങ്ങൾ കേൾക്കുന്നുള്ളത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിന് ശേഷം പല യുദ്ധങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട്, ധാരാളം യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ യുദ്ധങ്ങൾ നടക്കുമ്പോഴും കർത്താവിന്റെ വരവെന്ന നിലയിലാണ് നമ്മൾ അതിനെല്ലാം വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എനിവേ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, കർത്താവ് വരും നിശ്ചയം. കാരണം വാക്ക് പറഞ്ഞവനാണ്, മാറാത്ത ദൈവമാണ്. സ്തോത്രം. യുദ്ധങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും, ഭൂകമ്പങ്ങൾ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് ഇവിടെ ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ജനിക്കുന്നതിന് മുമ്പുള്ള പാസ്റ്റർമാരൊക്കെ പ്രസംഗിച്ചതും കർത്താവിന്റെ വരവിനെ കുറിച്ച് അവരും അന്ന് യുദ്ധം നടന്നപ്പോൾ അവർ പറഞ്ഞു കർത്താവ് വേഗം വരികയാണ്, ഒരുങ്ങിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ജനിച്ചിട്ട് പോലും, നമ്മൾ ജനിച്ചു കഴിഞ്ഞതിന് ശേഷം യുദ്ധങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, കർത്താവ് പറഞ്ഞു മനുഷ്യപുത്രൻ നനയ്ക്കാത്ത നാഴിയിൽ വരും, അതുകൊണ്ട് ഒരുങ്ങി ഇരുന്നുകൊള്ളും. അപ്പൊ യുദ്ധങ്ങളെ മാത്രം നോക്കി നമ്മൾ കർത്താവിന് വേണ്ടി ഒരുങ്ങരുത്. മനസ്സിലായോ? യുദ്ധമൊന്നുമില്ലല്ലോ, ഭൂകമ്പമൊന്നുമില്ലല്ലോ, എന്നാൽ പിന്നെ ഒരുങ്ങേണ്ട ആവശ്യമില്ല. മത്തായി 24 യുദ്ധം നടക്കുമ്പോൾ നമുക്ക് ഒരുങ്ങാം. പ്രൈസ് ദി ലോർഡ്. ഒന്നുമല്ല, ആമേൻ. എനി ടൈം കർത്താവിന്റെ വചനം അതാണ് പറയുന്നത്, നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് ഒരുങ്ങിയിരിക്കും, ഞാൻ കള്ളനെ പോലെ വരും. ആമേൻ. അത് മണവാട്ടിയുടെ 10 കന്യകമാരുടെ ഉപമയും പറഞ്ഞിട്ടുണ്ട് ദൈവത്തിന്. അപ്പൊ ഇപ്പൊ ഈ യുദ്ധം വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് പേരൊക്കെ ഒരുങ്ങാൻ തുടങ്ങി കാണും. പ്രൈസലോ. ഇപ്പൊ യുദ്ധം കുറച്ച് കഴിയുമ്പോൾ യുദ്ധം മാറും, വീണ്ടും ഇങ്ങനെ നാഷണൽ കലാമിറ്റീസ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതൊന്നും നമ്മുടെ ഭാഗമല്ല. കർത്താവ് പറഞ്ഞു, അത്തിയെ നോക്കി ഒരു ഉപമ പിടിപ്പീൻ, ദൈവത്തിന് സ്തോത്രം. അത് അത്തി തളിർക്കുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നു. 1948 അത്തി തളിർത്തു. ആമേൻ. ഇസ്രായേൽ ജനം ആമേൻ അവരുടെ നാട്ടിലേക്ക് മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നു. ആമേൻ. ഏകദേശം എല്ലാവരും തന്നെ എത്തി. ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുവോളം ഇസ്രായേലിന് അല്പമായി കാഠിന്യം സംഭവിച്ചിരിക്കുന്നതാണ് തിരുവചനം പറയുന്നത്. ഇതെല്ലാം ഒരു റൂട്ടിലോട്ടുള്ള ചാനലാണ്. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം ഭൂമിയിൽ നടക്കട്ടെ. പക്ഷെ ദൈവമക്കൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു ഉത്തരവാദിത്വമുണ്ട്. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു, അവൾക്ക് ശുഭ്രവും ശുദ്ധവുമായി വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു എന്ന തിരുവചനം പോലെ ആമേൻ. കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. ഇപ്പോൾ ഇന്നലെ ഞങ്ങളുടെ ചർച്ചുമായി ബന്ധപ്പെട്ട ഒരു സഹോദരിയുടെ ഫ്യൂണറൽ സർവീസ് നടക്കുവാനിടയായി. ഞാൻ പെട്ടെന്ന് ഒരു വേർപാടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഞാൻ ഇങ്ങനെ പറയുവാനിടയായി തീർന്നു, മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് ക്ഷണികമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ വാശിയും വൈരാഗ്യവും ഒക്കെ വെച്ചുകൊണ്ടിരുന്നാൽ നാളെ നമുക്ക് ഒരാളോടൊന്ന് ക്ഷമ പറയണമെങ്കിലോ ഒരാളെ കണ്ടൊന്ന് പുഞ്ചിരിക്കണം തോന്നിയാൽ ഒന്നും നടക്കത്തില്ല. ഏത് സമയത്തും മനുഷ്യൻ ഈ ലോകത്തും മാറ്റപ്പെടും. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ജീവിച്ചിരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ വിശുദ്ധിയോടും വേർപാടോടും കൂടെ ജീവിക്കുവാൻ നമുക്ക് ദൈവം തരുന്ന അവസരം തക്കത്തിൽ വിനിയോഗിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ഞാൻ വേഗത്തിൽ ഒരു വാക്യം വായിച്ച് കർത്താവിന്റെ ദാസൻ പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഇരുന്നു കൊള്ളാം. ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 57-ാം അധ്യായം 15-ാമത്തെ വാക്യം നമുക്ക് പ്രാരംഭത്തിൽ ഒന്ന് വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 57:15. 57:15. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനെന്ന നാമമുള്ളവനായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയുള്ളവനോട് കൂടെ വസിക്കുന്നു. കർത്താവിന്റെ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു.
തിരുവചനത്തിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പ്രഭാതത്തിൽ നമ്മോട് സംസാരിക്കുമാറാകട്ടെ. കർത്താവിന്റെ ദൈവത്തിന്റെ പദവി, ദൈവത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് ആദ്യത്തെ 1-2 വാക്യങ്ങൾ ആമേൻ യെശയ്യാവ് എടുത്തു പറഞ്ഞതിന് ശേഷം ദൈവം ആരാണ്? ദൈവം ഉന്നതനാണ്, ദൈവം ഉയർന്നവനാണ്, അവൻ ശാശ്വതവാസിയാണ്. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം കർത്താവ് പറയാണ് ദൈവം ആരുടെ കൂടിയാ വസിക്കുന്നത്? ദൈവം വലിയ ഉന്നതനാ, പക്ഷെ ദൈവം ഉന്നതനാണേലും വസിക്കുന്നത് ആരുടെ കൂടെയാണെന്നാണ് ചോദ്യം. ആമേൻ. സാധാരണ നമുക്കറിയാം, നമ്മള് നാട്ടിലെ ഒരു പഴഞ്ചൊല്ല് പറയും, തരത്തിൽ പോയി കളിക്കണമെന്ന് പറയും. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് അവരവരുടെ സ്റ്റാറ്റസിനനുസരിച്ച് കൂടത്തുള്ളൂ. കന്ന് എന്നാൽ കന്നുകൂട്ടത്തിൽ എന്ന് പറയുന്നത് പോലെ ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഈ ഓരോരുത്തരുടെ സ്വഭാവം അനുസരിച്ച് ഓരോരുത്തർ ചെന്ന് ചേരുന്നത്. എന്നാൽ ഇവിടെ ദൈവത്തിന്റെ സ്വഭാവം ഉന്നതമാണ്, അത് വിശുദ്ധിയിൽ ഭയങ്കരനാണ്, തേജോമയനാണ്. പക്ഷെ ആ ഒരു ക്വാളിറ്റി ഉള്ള ആരെയും ഇവിടെ കാണാനില്ല. അപ്പൊ പിന്നെ ദൈവം ആരോടും കൂടെ ചേരുന്നേ? പ്രൈസ് ദി ലോർഡ്. അത്രയും ഉന്നതമായ നിലവാരത്തിൽ നിൽക്കുന്ന ദൈവം കൂട്ടുപിടിച്ചിരിക്കുന്ന ആരെയാണെന്ന് അറിയാമോ? പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മൾ ചിന്തിപ്പിക്കേണ്ടത്. താഴ്മയുള്ളവരുടെ മനസ്സിൽ അവൻ ഏറ്റവും ചെറിയവനോട് കൂടിയാണ് ദൈവത്തിന്റെ കൂട്ടായ്മ. പ്രൈസ് ദി ലോർഡ്. അവൻ ദൈവം ഉന്നതനാണെങ്കിൽ, നമ്മളൊക്കെ ആണെങ്കിൽ ഉന്നതനാണെങ്കിൽ ഉന്നതനുമായിട്ടാണ് കൂട്ടുകൂടുന്നത്. കാശുള്ളവൻ. ഇപ്പൊ നമ്മൾ സഭയിൽ നിങ്ങളൊക്കെ നമ്മളെല്ലാം സഭയിൽ പോകുന്നതാ. ഈ സഭായോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇനി അമേരിക്ക അത്ര ഉണ്ടോന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഇവിടെ നമ്മുടെ കേരളത്തിലൊക്കെ ചെറിയ ഗ്രൂപ്പുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഇല്ലേ? അവരുമായിട്ട് ഒരു 3-4 പേര് സഹോദരിമാര്, ഒരു 3-4 സഹോദരന്മാര്, ഇവരുമായിട്ട് ബാക്കി എല്ലാവരോടും ഹായ് പറയും. ഇവർ മണിക്കൂറുകൾ വർത്തമാനാണ്. ദൈവത്തിന് സ്വതന്ത്രം. വാഹനത്തിൽ വന്നവൻ കാറെ വന്നവൻ കാറുകാരനുമായിട്ട് സംസാരിക്കും. സ്കൂട്ടറെ വന്നവൻ സ്കൂട്ടറെ വന്നവരുമായിട്ട് കൂട്ടായ്മ. സൈക്കിളെ വന്നവൻ സൈക്കിളുകാരുമായിട്ടുള്ള കൂട്ടായ്മ. വെള്ള ഷർട്ട് ഇട്ട് വന്നവൻ വെള്ള ഷർട്ടുകാരോടുള്ള കൂട്ടായ്മ. അപ്പൊ ഈ നമ്മളൊക്കെ കൂട്ടായ്മ കൂടുന്നത് ഇങ്ങനെ കുറെ വെറൈറ്റീസ് വെച്ചിട്ടാ, ആണോ ഇല്ലയോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്? അവര് വലിയ കാര്യം, അത് നമ്മളോടൊന്നും മിണ്ടത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്താ കാരണം? അവരുടെ സ്റ്റാറ്റസ് നമ്മളോട് മിണ്ടാനുള്ള ആ ഒരു പദവിയുടെ പ്രശ്നം അത്. ദൈവത്തിന് സ്വതന്ത്രം. അങ്ങനെ പദവി നോക്കിയായിരുന്നു ഈ കർത്താവിന് നമ്മോട് മിണ്ടാൻ നോക്കുമോ? ദൈവ മക്കളെ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അയൽവക്കത്ത് വരാൻ നോക്കുവോ? ദൈവം ഉന്നതൻ എന്ന് പറയുന്നു, ഉയർന്നവൻ എന്ന് പറയുന്നു, ശാശ്വതവാസി എന്ന് പറയുന്നു. ആ ദൈവം പറയാണ്, എന്റെ പൊന്നുമോനെ, ഞാൻ ഉന്നതന്റെ കൂടെയല്ല, ഞാൻ ഉയർന്നവന്റെയും കൂടെയല്ല, ഞാൻ ആരാണോ താഴ്മ ധരിക്കുന്നത്, ആരാണോ വിനയമുള്ളവൻ, അവനോടുകൂടെയാ ഞാൻ വസിക്കുന്നത്. അവൻ ചെറ്റപ്പുരയിൽ വസിച്ചാലും, അവൻ വൃക്ഷച്ചുവട്ടിൽ വസിച്ചാലും, അവൻ എവിടെ വസിച്ചാലും, ഞാൻ പുറമേ ഉള്ളതല്ല കുഞ്ഞെ നോക്കുന്നത്. അല്ലേലൂയ. ആമേൻ. ഞാൻ നോക്കുന്നത് ഹൃദയത്തിന്റെ അകമാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ദൈവവചനത്തിന് മുമ്പിലായിരിക്കുന്ന ദൈവമക്കളെ, ഒരു വലിയ പ്രസംഗകനാകേണ്ട ആവശ്യമില്ല, ഒരു വലിയ വിശ്വാസിയാണെന്ന് പേരും വേണ്ട. താഴ്മയുള്ള ഒരു മനസ്സിന് നീ ഉടമയാണെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. താഴ്മയുള്ള, മനോവിനയമുള്ള, നുറുങ്ങിയ ഹൃദയത്തിന് ഞാനും നീ ഉടമയാണെങ്കിൽ നിന്റെ കൂടെ ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പൊ ദൈവം ആരുടെ കൂടെയാണെന്ന് ഒറ്റ വാക്യം നമുക്ക് മനസ്സിലാക്കാം. ആമേൻ. അവൻ താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും എന്ത് വരുത്തുന്നു? ചൈതന്യം വരുത്തുന്നു. ഹല്ലേലൂയ. അപ്പൊ ഈ ചൈതന്യം വരുത്തുക എന്ന് പറയുന്നത്, ദൈവം നോക്കിയേ, ഏത് കുടുംബത്തിലാ നമ്മൾ പറയാറുണ്ട്, വെട്ടിയാൽ ചോര കാണത്തില്ല മുഖത്ത്. അതുപോലെ ചൈതന്യം നഷ്ടപ്പെട്ട്, തേജസ് നഷ്ടപ്പെട്ട്, അയ്യോ, കഷ്ടതയിൽ ജീവിക്കുന്ന ധാരാളം ആളുകൾ നമുക്ക് കാണാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ പറയുന്നു, എവിടെയാ ചൈതന്യം? മുഖത്ത് പ്രതിഫലിപ്പിക്കുന്ന ഒന്നല്ല, മുഖത്ത് ആമേൻ അഭിനയിപ്പിച്ചു വരുത്തേണ്ട ഒന്നല്ല ശോഭ. ആമേൻ. ശോഭ എന്നുള്ളത്, ചൈതന്യം എന്നുള്ളത്, അത് ഹൃദയത്തിനകത്തുണ്ടാകുന്ന പ്രതിഫലനമാണ്. ദൈവത്തിന് സ്തോത്രം. ഹൃദയം ശുദ്ധിയുള്ളതാണ്. ഹൃദയത്തിനാണ് ചൈതന്യം വരേണ്ടത്, വേറെ എങ്ങുമല്ല. പുറത്ത് നമുക്ക് കുറച്ച് ബ്യൂട്ടി പാർലറിൽ ചെന്നാൽ നമുക്ക് നമ്മുടെ മുഖത്തൊക്കെ ശോഭയാക്കാം, ചൈതന്യമൊക്കെ വരുത്താം. പക്ഷെ അതൊക്കെ നാച്ചുറൽ അല്ലല്ലോ ദൈവമക്കളെ, കൃത്രിമമല്ലേ. എന്നാൽ ദൈവത്തിന് സ്തോത്രം, അകത്ത് ശോഭ വന്നു കഴിഞ്ഞാൽ, അകത്ത് ചൈതന്യം വന്നു കഴിഞ്ഞാൽ, ആമേൻ, കൽപ്പലകയുമായി ഇറങ്ങി വരുന്ന മോശയുടെ മുഖം തേജസ് കൊണ്ട് ശോഭിച്ചതുപോലെ, ത്വക്ക് പ്രകാശിച്ചെന്ന് വായിക്കുന്നത് പോലെ, അകത്താണ് നമുക്ക് സമാധാനം വരേണ്ടത്, അകത്താണ് ചൈതന്യം വരേണ്ടത്. ഈ ചൈതന്യം അകത്തു
ന്നവൻ ഹല്ലേലൂയ പട്ടിണി കിടന്നാലും അവന്റെ ജീവിതം ചൈതന്യമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പൊ അതുകൊണ്ട് ഇന്ന് രാത്രി കാലം ഞാൻ എങ്ങനെയാണ് ഈ ചൈതന്യം ലഭിക്കുന്നത്, എവിടെ നിന്നാണ് ഈ ചൈതന്യം വരുന്നത്? കൊലോസി ലേഖനം 2:19 ഒന്ന് വായിച്ചാട്ടെ. കൊലോസിയൻസ് ചാപ്റ്റർ 2 verse 19. ഹല്ലേലൂയ. കൊലോസിയൻസ് ചാപ്റ്റർ 2 verse 19. ശരീരം മുഴുവനും ആ, ശരീരം മുഴുവനും സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ആ. ലഭിച്ചും ഏകീഭവിച്ചും ദൈവീയമായ വളർച്ച തലയായവനിൽ നിന്നല്ലോ. ആ വാക്യമില്ലേ? തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവൻ ആ. സന്ധികളാലും ആ ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ആ. ഏകീഭവിച്ചും ദൈവീയമായ വളർച്ച പ്രാപിക്കുന്നു. മതി മതി മതി. തലയായവനിൽ നിന്നല്ലോ. അപ്പൊ എവിടെന്നാ ചൈതന്യം വരുന്നത്? അതിന്റെ റൂട്ട് കോസ്റ്റ് എവിടെയാ? തലയായവൻ ക്രിസ്തുവിൽ നിന്നാണ് ഇത് വരേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ, വേറെ എങ്ങും നിന്നും അല്ല ചൈതന്യം വേറെ എങ്ങൊന്നും വരാനൊക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ രാത്രി കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾ പ്രത്യേകം മനസ്സിലാക്കുക, തലയായവനുമായുള്ള ബന്ധത്തിൽ നിന്നാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ചൈതന്യം വരുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണമേ, ഇന്ന് വെളിപ്പാട് 20 വരുമ്പോഴേക്കും തലയായവൻ സഭയുടെ പുറത്ത് നിൽക്കുകയാണ്. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ ഞാൻ അവനോട്, അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. തലയായവനുമായുള്ള ബന്ധം നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചൈതന്യം നഷ്ടപ്പെടും, നമ്മുടെ ജീവിതത്തിൽ നിന്ന് സമാധാനം നഷ്ടപ്പെടും, സന്തോഷം നഷ്ടപ്പെടും. എന്നാൽ ദൈവമായുള്ള ആത്മീകമായ ബന്ധം നമ്മെ ചൈതന്യത്തിലേക്ക് നടത്തും. ഇന്ന് രാത്രി, ഇന്ന് പകൽകാലം ദൈവത്തിന്റെ വചനത്തിൽ ആയിരിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒത്തിരി സൂം മീറ്റിങ്ങുകളിലും ഒത്തിരി സാധാ മീറ്റിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നവരാണ്. എന്നാൽ ആത്മീകമായ ഒരു സന്തോഷം നമുക്ക് പ്രാപിക്കണമെങ്കിൽ ദൈവവചനവുമായുള്ള നമ്മുടെ ബന്ധത്തിൽ മാത്രമേ അത് ലഭിക്കത്തുള്ളൂ. സ്തോത്രം. എന്നാൽ ചൈതന്യം ലഭിച്ച ഒരു മനുഷ്യനെ കുറിച്ച് നിങ്ങൾ തിരുവചനത്തിൽ വായിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും വായിച്ചിട്ടുള്ള ഒരു വേദഭാഗം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വേദഭാഗത്തിലേക്ക് ഞാൻ അങ്ങോട്ടൊന്ന് കൊണ്ടുപോവുകയാണ് നിങ്ങളുടെ ശ്രദ്ധയെ. അപ്പോ ഉൽപ്പത്തി പുസ്തകത്തിൽ 45-ാം അധ്യായം നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗം, 27-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ ആരെങ്കിലും? 45-27 ഉൽപ്പത്തി. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വാക്യാണല്ലോ. യോസഫ് തങ്ങളോട് വാക്കുകളൊക്കെയും അവർ അവനോട് പറഞ്ഞു. തന്നെ കയറ്റിക്കൊണ്ടുപോകാൻ യോസഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അവരുടെ അപ്പനായ യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു. മതി. നിങ്ങൾ എന്നെ ഒരു മിനിറ്റ് ശ്രദ്ധിക്കണേ. വേദോസം പിന്നെ വായിക്കാം. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ, ഞാൻ പറയുന്നു കേൾക്കണേ. അപ്പൊ ദൈവത്തിന് സ്തോത്രം. ഈ യോസേഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ യാക്കോബിന് ചൈതന്യം വന്നു. അപ്പൊ യാക്കോബിന് ചൈതന്യം വന്നത് രഥം കണ്ടപ്പോഴാണോ അല്ലയോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. സ്തോത്രം. അല്ല, യാക്കോബിന് ചൈതന്യം വന്നത് രഥം കണ്ടപ്പോഴല്ല, ആരയച്ചു എന്നുള്ളതാണ് വിഷയം. നമുക്കൊരു സമ്മാനം കിട്ടുമ്പോൾ, അമേരിക്കയിൽ നിന്നൊരു പാഴ്സൽ ഇവിടെ വന്ന് ഒരു കവറിൽ ഒരു കുട്ടിയമ്മ, ഒരു ഉദാഹരണം പറയാണ്, കുട്ടിയമ്മ ഒരു കാര്യം ചെയ്യും, ഒരു $500 കവറിലിട്ട്, ദൈവത്തിന്റെ സ്തോത്രം, അത് ഒരാൾക്ക് അയച്ചു. ആ കവറ് കണ്ടപ്പോഴേക്കും കിട്ടിയ പുള്ളിക്ക് എന്തുവാ? അയ്യോ, പ്രൈസലോ. അപ്പൊ ഡോളറിലാണോ സന്തോഷം, ഡോളർ അയച്ച ആളിലാണോ സന്തോഷം? എന്റെ ചോദ്യം അതാ. പ്രൈസലോ. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രി ദൈവത്തിലാക്കി പലപ്പോഴും നമ്മളൊക്കെ ഡോളറിൽ സന്തോഷിക്കുന്നവരാ. അയച്ച വ്യക്തി ആരാന്ന് പോലും കവറ് പൊട്ടിക്കുക, ബാങ്കിലോട്ട് ഓടുക, പിന്നെ ബാക്കിയുള്ളവരെ ഓർക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ദൈവമക്കളെ, കിട്ടുന്ന ഐറ്റത്തിലല്ല നമ്മൾ സന്തോഷിക്കേണ്ടത്. കാരണം അതിവിടെ തീർന്നു പോകുന്നതാണ്, അത് നശിച്ചു പോകുന്നതാണ്. ആരയച്ചു എന്നതാണ് നമ്മുടെ പ്രധാന വിഷയം. ഇന്ന് നമുക്കെല്ലാവർക്കും, ഇന്നത്തെ ഞാൻ പാസ്റ്ററാണ്, ഞാൻ ഉൾപ്പെടുന്ന സമൂഹത്തിൽ നിന്ന് പ്രതികൂട്ടി കയറ്റുവാണ്. നിങ്ങൾ എന്നോട് പരിഭവിക്കരുത്. കർത്താവിന് സ്തോത്രം. ഞാൻ ചില കാര്യങ്ങൾക്ക് റിബൽ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഈ ഒത്തിരി കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നോണ്ട് പറയുന്നതല്ല, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇതെല്ലാം എടുത്ത് മീഡിയയിൽ ഇടുന്ന സ്വഭാവം എനിക്കില്ല, എന്നെ സംബന്ധിച്ചിടത്തോളം. ആരെയും കാണിക്കാനല്ല നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടത്. ദൈവത്തിന് പണ്ട് ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, സൈക്കിളിൽ കോളാമ്പി മൈക്ക് വെച്ച് കെട്ടി ബാറ്ററി പുറയിൽ വെച്ച് കെട്ടി കവല തോറും പ്രസംഗിച്ച ഒരു ഉപദേശിയാണ് ഞാൻ. പ്രൈസല്ലോ. അന്ന് മീഡിയാസ് ഒന്നും ഇല്ല, അതാരും കേൾക്കാനും ഇല്ല. അന്ന് റോഡിൽ നിൽക്കുന്നവരെ കേൾക്കത്തുള്ളൂ. ഇന്ന് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് തുമ്മിയാൽ, വേണ്ടാ ബിനോയ് പാസ്റ്റർ തുമ്മി, പ്രൈസലോ, ഫോട്ടോ വന്നു കഴിഞ്ഞു.
കർത്താവിന് സ്തോത്രം. ഇന്ന പാസ്റ്റർ തുമ്മി, ആമേൻ. തുമ്മി എന്ന് പറയുമ്പോഴേക്കും ജോൺ ഐസക് പാസ്റ്ററുടെ വാട്സപ്പിൽ മെസ്സേജ് ഫോട്ടോ സഹിതം വന്നു. എന്തിനാ? എന്താ ഇതിന്റെ പിന്നിലെ ചേതോ വികാരം എന്തോ എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതിന്റെ ഒക്കെ പിന്നിലുള്ള ചേതോ വികാരം ഞാൻ പറഞ്ഞാൽ പാസ്റ്റർമാർക്ക് അല്പം പ്രയാസം എന്നോട് തോന്നും. അതുകൊണ്ട് ഞാൻ ആ ഭാഗം അവിടെ നിർത്തുകയാണ്. ദൈവത്തിന് സ്വന്തം. ദൈവമക്കളെ, നിങ്ങൾ ചെയ്യുന്നത് ആർക്കു വേണ്ടിയാ? ആർക്കു വേണ്ടി? നാഥന് വേണ്ടി ചെയ്യുന്നു. ന്യായമായത് തരാമെന്ന് പറഞ്ഞവന് ചെയ്തിട്ട് നീ എന്തിനാ കോഴി മുട്ടയിട്ടേച്ചും കൂവുന്ന പോലെ കൂവാൻ നടക്കുന്നത്? പ്രൈസലോ. കോഴി മുട്ടയിട്ടേച്ചും പുറപ്പുറത്ത് കയറിന്ന് കൂവുക, ഞാൻ ഇട്ടേന്ന് പറഞ്ഞ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, കർത്താവിന് സ്തോത്രം. ദൈവം നിന്നെ അനുഗ്രഹിക്കണമെങ്കിൽ എന്താ വിശ്വാസ ജീവിതം? എന്തുവാ വിശ്വാസ ജീവിതം? ഇതാണോ വിശ്വാസ ജീവിതം? വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ അല്ലല്ലേ മനുഷ്യനിൽ ആശ്രയിക്കാത്തതാണ്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കാത്തതാണ്, ദൈവത്തിൽ മാത്രം ആശ്രയിച്ച്. നീ സുവിശേഷ വേല ചെയ്യുന്ന ഒരു ദൈവവൈതലാണെങ്കിൽ പോയി തിരിച്ചു വീട്ടിൽ വരുമ്പോഴേക്കും നിനക്കുള്ള അന്നം വീടിന്റെ പടിപ്പുരക്കിലെത്തിയിരിക്കും. അതാണ് വിശ്വാസ ജീവിതം. അല്ല, അന്ന് നീ പട്ടിണി കിടക്കണമെന്ന ദൈവം നിശ്ചയെങ്കിൽ നീ പട്ടിണി കിടന്നാൽ ആമേൻ, അടുത്ത ദിവസം നിനക്കുള്ളത് റൊട്ടി നിന്റെ വീട്ടിൽ വന്നിരിക്കും. ദൈവം ആർക്കും കടക്കാരനല്ല. ആമേൻ. ഇംഗ്ലണ്ടിലെ യൂറോയിലും അമേരിക്കയിലെ ഡോളറിലും അല്ല നമ്മുടെ കണ്ണ് പതിയേണ്ടത്. അത് നമ്മൾ മനസ്സിലാക്ക്. ദൈവത്തിന് സ്തോത്രം. ദൈവ സന്നിധിയിൽ വിശ്വസ്തനായിരുന്നാൽ ദൈവം കാര്യം നടത്തും. ഇന്ന് ദൈവദാസന്മാർക്ക് നഷ്ടപ്പെട്ടത് വിശ്വസ്തതയാണ്. ആമേൻ. കള്ളം പറയാൻ ഒരു മടിയും അവർക്കില്ല. ഏത് കള്ളവും പറയും. ദൈവത്തിന് സ്തോത്രം. എന്തും പൊലിപ്പിച്ച് കാണിക്കും, പെരുപ്പിച്ച് കാണിക്കും, ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുകയാണ്. ഇന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, ഗ്രാമങ്ങളിലൊക്കെ നടക്കുന്നതൊക്കെ എടുത്ത് സായിപ്പിന് അയച്ചു കൊടുക്കുക. സായിപ്പ്, ദൈവത്തിന് സ്തോത്രം. സായിപ്പിനൊന്നും ഇല്ല, അറിയോ? ഒന്നും അറിയത്തില്ല. ഇവിടെ എന്തോ നടക്കുന്നത്, ഇവിടെ ഒന്നും നടക്കും. നിങ്ങൾ ഇവിടെയൊക്കെ എല്ലാം ഭയങ്കര വേലയാന്നാ പറയുന്നത്. എന്നിട്ട് എത്ര പേരാ രക്ഷിക്കപ്പെടും? ഇന്നും ഇന്ത്യയിൽ എത്ര കോടിയാണ് നിങ്ങൾക്ക് അറിയാം? 2.3, മാക്സിമം 3% ഉള്ളൂ. പക്ഷെ ഭയങ്കര വേലയാണ് നടക്കുന്നത്. ദൈവത്തിന് സ്വന്തം. പക്ഷെ പെർസെന്റേജിന് മാറ്റം വരുന്നുമില്ല. ഞാൻ പറഞ്ഞു വരും, ഞാൻ ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ദൈവദാസന്മാർ എന്നോട് പണങ്ങും. അതുകൊണ്ട് ഞാൻ തിരിച്ചു വരട്ടെ. കർത്താവിന് മഹത്വം. അതുകൊണ്ട് ചെയ്യുന്ന കാര്യം ആത്മാർത്ഥയോടെ നീ ചെയ്. അതിന് ദൈവം പ്രതിഫലം. ആര് കണ്ടു ആരറിഞ്ഞു അത് നമുക്കൊരു വിഷയമേ അല്ല. അറിയുന്ന ദൈവം സ്വർഗത്തിലുണ്ട്. നിങ്ങൾ അത് മനസ്സിലാക്കി. ആമേൻ. ഇടം കൈ ചെയ്യുന്ന വലം കൈ അറിയാതിരിക്കട്ടെ. സ്വർഗം കാണട്ടെ, നിന്റെ ഹൃദയം കാണട്ടെ, നീ ചെയ്യുന്നത് കാണട്ടെ. ദൈവത്തിന് ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടിപ്പോയി. ഇനി പ്രതിഫലമൊന്നുമില്ല. അങ്ങനെ ചെയ്യുന്നവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ വാസ്തവമായി നിങ്ങളോട് പറയുന്നു. നിങ്ങൾ അങ്ങാടിയിൽ വന്ദനം, മുഖ്യാസനങ്ങളിൽ ഇരിപ്പിടം അന്വേഷിക്കുന്നു. നിങ്ങൾക്ക് കിട്ടിപ്പോയി. ഇനി നിങ്ങൾ എന്തോ പ്രതിഫലം വാങ്ങാൻ അങ്ങോട്ട് പോകുന്നത്? ഒന്നും വാങ്ങാൻ പോകണ്ട. ദൈവത്തിന് സ്തോത്രം. അപ്പം ചൈതന്യം പ്രാപിക്കുന്ന യാക്കോബിന്റെ കാര്യത്തെ കുറിച്ച് പറയുന്നത്. യാക്കോബ് ചൈതന്യം പ്രാപിച്ചത് യോസേഫ് അയച്ച രഥം കണ്ടപ്പോൾ ചൈതന്യം പ്രാപിച്ചു എന്ന് പറയുമ്പോൾ ആമേൻ, ചൈതന്യം ലഭിച്ചത് ആമേൻ രഥം കണ്ടത് കൊണ്ടല്ല. ആരയച്ചു? കഴിഞ്ഞ ഏകദേശം 20 വർഷത്തോളം ആമേൻ സ്വന്തം മകൻ മരിച്ചുപോയി എന്ന് വിശ്വസിക്കേണ്ട വന്ന ഗതഭാഗ്യനാണ് യാക്കോബ്. ആമേൻ. ജീവിച്ചിരിക്കുന്ന മകൻ മരിച്ചുപോയി എന്ന് വിശ്വസിക്കേണ്ടി വന്നു. കാരണം അല്ലെങ്കിൽ അന്ന് ഇവന്മാര് അല്ലെങ്കിൽ അപ്പന്റെ അടുക്കൽ വിശ്വാസത്തിന് വേണ്ടി, തെളിവിന് വേണ്ടി കൊണ്ടുപോയത് അവന്റെ സ്വന്തം മകന്റെ വസ്ത്രം കാട്ടുമൃഗത്തിന്റെ രക്തം തെളിച്ച് ആമേൻ അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ട് പറഞ്ഞു, ദേ അപ്പ തെളിവ്, എന്റെ മകൻ മരിച്ചുപോയത് ആണോ? അത് കണ്ടു കഴിഞ്ഞപ്പോ തന്നെ യാക്കോബ് വിശ്വസിച്ചു. ആമേൻ, യോസഫ് മരിച്ചുപോയി എന്ന്. വീണ്ടും തെളിവും കൊണ്ടാ വന്നിരിക്കുന്നത്. അപ്പന് വിശ്വാസം വന്നില്ല. അപ്പ ഒന്ന് നോക്കിയേ, യാക്കോബ് അയച്ചിരിക്കുന്നത് ആമേൻ യോസഫ് ചെയ്യുന്നത് രഥം നോക്ക്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഇന്ന് പകൽക്കാലം ദൈവമക്കളെ ആമേൻ, ഈ വക വസ്തുക്കളിൽ ഒന്നുമല്ല അപ്പൻ തരുന്നത്, അമ്മ തരുന്നത് എല്ലാം മാറിപ്പോകും. ആമേൻ. വാർദ്ധക്യത്തിലെ മകനാകൊണ്ട്, യോസേഫ് വാർദ്ധക്യത്തിലെ മകനാകൊണ്ട് ഒരു അങ്കി അല്ലേ തയ്ച്ചു കൊടുത്തെന്നാ വായിക്കുന്നത്. ഈ അങ്കി എന്ന് ഇവൻ ഇട്ടു തുടങ്ങിയോ അന്ന് സഹോദരന്മാർക്ക് കണ്ണുകടി തുടങ്ങി. അങ്ങനെയല്ലേ തിരുവനന്തപുരം വായിക്കുന്നത്. അന്ന് മുതൽ അവന് നമുക്കറിയാം, ഈ നമ്മുടെയൊക്കെ കുടുംബത്തിലൊക്കെ പ്രശ്നം ഉണ്ടാകാൻ കാരണം 5 മക്കളുള്ള ഒരു കുടുംബത്തിൽ അപ്പനും അമ്മയ്ക്കും 5 പേരോടും 5 വിധത്തിലുള്ള സ്നേഹമാണ്. ആണല്ലോ? ആന്ന് ഇല്ലെന്ന് നിങ്ങൾ എന്നെ പറഞ്ഞ സമ്മതിക്കത്തില്ല. 5 പേരോടും. ചിലപ്പോൾ പറയും എഞ്ചിനീയർ, ഒരുത്തൻ UK, ഒരുത്തൻ ഓസ്ട്രേലിയയില്, ഒരുത്തൻ അമേരിക്കയില്, ഒരുത്തനാണ് ഈ ആടും തീറ്റിക്കൊണ്ട് എടുക്കുക. ആരോടായിരിക്കും സ്നേഹം കൂടുതൽ? നിങ്ങൾ പറ. ആമേൻ. 5 മക്കളുള്ള ആമേൻ 4 എണ്ണവും അക്കരെ കടന്നു, 6 എണ്ണം വീട്ടിൽ നിൽക്കുക. അവൻ പഠിക്കത്തുമില്ല, അവനാണെങ്കിൽ ഉഴപ്പിലാണ്. എന്നിട്ട് പറയും, ഇന്നലെ ചേട്ടന്മാരെ നോക്കി പഠിക്കടാ, നീ എന്റെ വയറ്റിൽ തന്നെയാണോടാ ജനിച്ചത്, ഇങ്ങനെയാണോടാ? ഇങ്ങനെ കുത്തി 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 ഏതെങ്കിലും ഒരുത്തനെ കുത്തി കുത്തിയിട്ടുണ്ടാവും എല്ലാ വീട്ടിലും. അവിടെയാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം. എന്നിട്ട് എന്തുവാ? ദൈവത്തിന് അക്കരെ പോയിരിക്കുന്ന ഒരു അയച്ചു കൊടുക്കുന്നതുകൊണ്ട് അപ്പനും അമ്മയും ജീവിക്കുക. ഈ പാവപ്പെട്ടവൻ പഠിച്ചു കാണത്തില്ല.
ഇവനെ ഇട്ട് കുത്തുക. ബുദ്ധിയില്ലാത്തവൻ, മന്ദബുദ്ധി, ചേട്ടന്മാരെ പോലെ ഇങ്ങനെ പ്രശ്നങ്ങളാണ് എല്ലാ കുടുംബങ്ങളും. ആണോ ഇല്ലയോ? ഇതെല്ലാം നമ്മുടെ കുടുംബങ്ങളിൽ ഉള്ളതല്ലേ? ആമേൻ. 5 മക്കളോട് 5 വിധ സ്നേഹം. ഇവിടെ യാക്കോബ് എന്തോ കാണിച്ചത്? ഏറ്റവും ഇളയവനായതുകൊണ്ട് യോസഫിനെ കയറി സ്നേഹിച്ചു. സ്നേഹിച്ച പുള്ളിക്ക് സ്നേഹത്തിന്റെ അടയാളത്തിന് ഒരു അങ്കി കൊടുത്തു. ചേട്ടന്മാർക്ക് പ്രശ്നമായി. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവസനയിലായിരിക്കും ദൈവമക്കളെ, ഈ ചേട്ടന്മാർ വിശ്വസിച്ചിരുന്നത് അപ്പം കൊടുത്ത അങ്കിയിലാണ് അനിയന്റെ മഹത്വം ഇരുന്നേന്നാ. അപ്പൊ ഇവര് വിചാരിച്ചു ഈ അങ്കി പോയാൽ പ്രശ്നം തീർന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ യോസേപ്പിനെ, ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, യാക്കോബ് അയക്കുകയാണ്. ചേട്ടന്മാരുടെ ക്ഷേമം അന്വേഷിക്കാൻ അയച്ചതാ. അന്വേഷിച്ച് തേതാനിലുണ്ടെന്ന് നോക്കി, അവിടെയൊന്നുമില്ല. അവസാനം ദേണ്ട്ര ഒരു സ്ഥലത്ത് അവർ ആട് വയ്ക്കുന്നു. വരുന്നു. ഇവൻ വരുന്നതിന് മുമ്പേ ആമേൻ ഇവർ ദുരാലോചന ചെയ്തു എന്നൊരു വാക്യമുണ്ട്. അതിനു മുമ്പ് വേറെ 2-3 കാര്യങ്ങൾ നടന്നു. ഞാൻ നിങ്ങൾക്ക് വേദ പുസ്തകം അറിയാവുന്നതുകൊണ്ടാണ് വായിപ്പിക്കാത്തത്. അപ്പൊ 2 സ്വപ്നം കൂടെ കണ്ടു അല്ലേ? 2 ദർശനം കൂടെ കണ്ടു. അപ്പൊ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, ആ വീട്ടുകാര് തഴഞ്ഞവന് ദൈവം തഴയത്തില്ല. ഒന്ന്, കാരണം ദൈവത്തിന്റെ കൃപ അവന്റെ മേലുണ്ട്. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി ദൈവമക്കളെ, ആരൊക്കെ തഴഞ്ഞാലും, ചേട്ടന്മാരും സഹോദരങ്ങളും എല്ലാവരും തഴഞ്ഞാലും, തഴയാത്ത ഒരുത്തൻ സ്വർഗത്തിലുണ്ട്. നിന്റെ മേൽ കൃപ പകർന്ന് നിന്നെ മാനിക്കുവാൻ കഴിയുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട് കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് നീ ഭാരപ്പെടേണ്ട. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അന്ധരാധന രികതൽ പ്രൗഢമന. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ. അപ്പം കൊടുത്ത അങ്കിയുമായി ചേട്ടന്മാർക്ക് ആഹാരമായി പോകുന്ന ആ ചെറുപ്പക്കാരനെ നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടു നോക്കിയേ. അവനിങ്ങനെ നടന്ന് ചെല്ലുമ്പോഴേക്കും ദേണ്ട്ര ചേട്ടന്മാര് എല്ലാവരും കൂടെ ഓടിച്ചെന്ന് അവനെ പിടിച്ച് ആമേൻ അവന്റെ വസ്ത്രം ഊരി, ഹല്ലേലൂയ, അവനെ ഒരു പൊട്ടക്കുഴിയിലേക്ക് ഇടുന്നു. ആമേൻ. പൊട്ടക്കുഴിയിൽ കിടന്ന, ഹല്ലേലൂയ, ആമേൻ, പയ്യനെ പിന്നീട് വലിച്ചു കയറ്റി മിദ്യാനി കച്ചവടക്കാർക്ക് വിൽക്കുന്നുണ്ട്. ഞാൻ ആ രംഗം ഒന്ന് മനസ്സിൽ കണ്ടു. നോക്കണമേ, വലിച്ചു കയറ്റുമ്പോ മതിച്ച വസ്ത്രമില്ല കേട്ടോ. ശരിയല്ലേ നിങ്ങൾ പറഞ്ഞ? ഉള്ള വസ്ത്രം അവർ ഊരിയെടുത്തില്ലേ? ആമേൻ. അർത്ഥനഗ്ന വസ്ത്രധാരിയായിട്ടാ യോസഫിനെ പൊക്കിയെടുത്തത്. ഇപ്പൊ ആ നടന്നു പോകുന്നവൻ വസ്ത്രം ഇട്ടോണ്ടാണോ പോകുന്നേ? നമ്മുടെ കർത്താവ് പാളയത്തിന് പുറത്ത് നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് ഉടവനകടരകശാന്തരെ, ഹല്ലേലൂയ, വാർന്നൊലിക്കുന്ന രക്തം, പിഴുതെറിയപ്പെട്ട താടിരോമം, അർത്ഥനഗ്ന വസ്ത്രധാരിയായി പാളയത്തിന് പുറത്ത് എന്റെ കർത്താവ് നിന്ന സഹിച്ചു. യോസേപ്പിനെ നിങ്ങൾ നോക്കിയേ, പൊക്കിയെടുത്ത് മിഥ്യാന കച്ചവടക്കാരുടെ കയ്യിലേൽപ്പിക്കുമ്പോൾ അച്ചാച്ചാന്ന് വിളിച്ചു കാണും. അവനിങ്ങനെ നടന്നു പോകുമ്പോ പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട്. നിങ്ങൾ ആ രംഗം ഒന്ന് മനസ്സിൽ കണ്ടേ? ഹല്ലേലൂയ. ഇപ്പൊ അച്ചാച്ചൻ വിളിക്കും. അച്ചാച്ചന്മാരൊക്കെ ചോറും കൊണ്ട് വന്നതാ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അച്ചാച്ചന്മാരുടെ ഇവിടെ കളിച്ചതാ. ഹല്ലേലൂയ. രൂപേനോ ചായനോ ബെന്യാമിനോ ആരെങ്കിലും വിളിക്കുമെന്ന് വിചാരിച്ചു. അപ്പോ കണ്ണ് മറയുന്നത് വരെയും ഈ കുഞ്ഞ് തിരിഞ്ഞു നോക്കി കാണും അല്ലേ? അയ്യോ, ഞാൻ ആ രംഗം ഓർത്തിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് കണ്ണു നിറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. സ്വന്തം സഹോദരന്മാരുടെ മുമ്പിൽ നിന്ന് വലിച്ചു കൊണ്ടുപോവുക. അവരൊന്ന്, നമ്മളൊക്കെ വീട്ടില് നമ്മുടെ അച്ചാച്ചന്മാരും നമ്മുടെ ചേട്ടന്മാരൊക്കെ നമ്മളൊന്ന് വിളിക്കും, നമ്മൾ ചിന്തിക്കും അല്ലേ? ദൈവത്തിന് ചില പ്രത്യേക സാഹചര്യങ്ങളൊക്കെ വരുമ്പോ, എന്റെ അച്ചായൻ എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ, ചേട്ടന് ഒന്ന് മിണ്ടിയാ മതിയായിരുന്നു, ഒരു ഫോൺ ചെയ്താൽ മതിയായിരുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. എന്റെ കൊച്ചു എന്നോടൊന്ന് മിണ്ടിയാ മതിയായിരുന്നു, എന്റെ കൊച്ചൊന്ന് വിളിച്ചാൽ എനിക്ക് ഒന്നും വേണ്ട, പൈസ ഒന്നും വേണ്ട, ഒരു ഫോൺ ചെയ്താൽ മതിയായിരുന്നു എന്ന് ചിന്തിച്ചിട്ടില്ലേ നിങ്ങളൊക്കെ? ഇല്ലേ ദൈവമക്കളെ? ഉടവനകട ശബ്ദൽക്കമൻ. ഇന്ന് രാത്രി നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവാത്മ സംസാരിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന പലരും നിങ്ങളോടൊന്ന് സംസാരിച്ചാൽ മതി എന്ന് ആഗ്രഹിച്ചവരില്ലേ ഇതിനകത്ത്? നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളെ ഒന്ന് വിളിച്ചാൽ മതി എന്ന് ആഗ്രഹിച്ചവരില്ലേ? എന്റെ കുഞ്ഞ് എനിക്ക് ഒന്നും തരണ്ടെന്ന് പറഞ്ഞില്ലേ? ഒന്നൊന്ന് മിണ്ടിയാ മതി ആഴ്ചയില്. പക്ഷേ അതുപോലെ നിഷേധിക്കപ്പെട്ടിരിക്കുകയല്ലേ ദൈവമക്കളെ? ഈ ഹല്ലേലൂയ പയ്യൻ നടന്നു പോകുമ്പോൾ അച്ചാച്ചന്മാര് വിളിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ അച്ചാച്ചന്മാര് വിളിച്ചില്ല കേട്ടോ. ഹല്ലേലൂയ. വിളിക്കാത്തതും നല്ലതിനാ. അമ്മച്ചി, മാതാപിതാക്കളെ, പ്രിയപ്പെട്ടവരെ, ഇപ്പൊ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വിളിച്ചില്ലെങ്കിൽ ഭാരപ്പെടണ്ട. അതും നല്ല നന്മയ്ക്കാ. ചിലതൊക്കെ നന്മയ്ക്കാ. ചിലരുടെ വിളി നിർത്തിയതാ. ദൈവം തന്നെ ചിലത് തടഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. നീ ദൈവത്തെ അറിയുവാൻ, നീ ദൈവത്തോട്, നിന്റെ മകന്റെ സ്നേഹമല്ല നിനക്ക് വേണ്ടത്, നിന്റെ മകളുടെ സ്നേഹമല്ല വേണ്ടത്, കർത്താവിന്റെ സ്നേഹം നീ രുചിക്കുവാൻ, ദൈവസ്നേഹം എന്തെന്ന് നീ മനസ്സിലാക്കുവാൻ. ചിലരുടെ ഫോൺ കോൾ തമ്പുരാൻ കട്ട് ചെയ്തതാ, ചിലരുടെ റിലേഷൻ ദൈവം കട്ട് ചെയ്തതാ, ചില നന്മയെ ദൈവം അടച്ചതാ. നീ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാൻ, എന്റെ ദൈവം നല്ലവനാണ് നീ മനസ്സിലാക്കുവാൻ. അച്ചാച്ചന്മാർ ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ എങ്ങോട്ടാ പോകുന്നേ? ഭാഷ അറിയത്തില്ല. അല്ലെങ്കിൽ ദൈവത്തെ മിസ്രൈമിലോട്ട് പോവുക. മിസ്രൈമിലെ ജ്ഞാനം അറിയത്തില്ല, മിസ്രൈമിലെ ഭാഷ അറിയത്തില്ല. പോത്തിവരുടെ വീട്ടിൽ കൊണ്ടുവന്ന് വിടുന്നു. അവിടെ നിന്നും ഹല്ലേലൂയ
പെറുപെറുക്കാതെ. അയ്യോ, എത്ര ഞാൻ ചോദിക്കട്ടെ, ഒരു 10-20 വർഷക്കാലം സ്വന്തം അപ്പനെയും അമ്മയും സഹോദരങ്ങളെയും കാണാതൊക്കെ ജീവിക്കാന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ കേരളത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാണാൻ വർഷം വരാറുണ്ട്, അല്ലെങ്കിൽ 2 വർഷം കൂടുമെങ്കിലും വരാറുണ്ട്. ഇവിടെ നോക്കി 10-20 വർഷക്കാലം, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, പരാതിയില്ലാതെ തന്റെ അപ്പൻ എവിടെ, അമ്മ എവിടെ, ആ സ്നേഹം അനുഭവിച്ച് ജീവിക്കേണ്ട ഒരു സാഹചര്യത്തിൽ താൻ ഒറ്റപ്പെട്ടത് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പൈതലേ, ഞാൻ എന്റെ വാക്കുകൾക്ക് വേഗത്തിൽ വിരാമം കുറിക്കണമല്ലോ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. പലതും നല്ലത് അനുഭവിക്കേണ്ട നല്ല കാലത്ത് അനുഭവിക്കാൻ കഴിയാതെ ഇന്നും വേദന അനുഭവിക്കുന്നവരില്ല ഇതിനകത്ത്. നല്ല കാലത്ത് നന്നായി ജീവിക്കേണ്ട സമയത്ത്, കുഞ്ഞുങ്ങൾ ഒരുമിച്ച് ജീവിക്കേണ്ട സമയത്ത്. എന്നാൽ സാരമില്ല, ഭാരപ്പെടണ്ട, ഇതിനെല്ലാം ഒരു പ്രതിഫലമുണ്ട് കേട്ടോ. ആമേൻ. നീ അനുഭവിച്ച കഷ്ടത്തിന്റെ നാളുകൾ ഇരട്ടിയായി നിന്നെ മാനിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ഉടമന ഘടരക ശബ്ദരാധന രിഗതൽ പ്രൗഢമന ഹത്തുര അരികൽക്കമന. ഇന്ന് പകൽക്കാലം നിരാശയോടെ, ഭാരത്തോടെ, ആമേൻ, കണ്ണുനീരോടെ, ഹൃദയത്തിന്റെ നുറുക്കത്തോടെ ഇരിക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, നീ അനുഭവിച്ച വേദനയുടെ ഇരട്ടി സന്തോഷം നിന്നെ ഉടുപ്പിക്കുവാൻ കഴിയുന്ന, ആനന്ദ നദിയിൽ നിന്നെ ഇറക്കുവാൻ കഴിയുന്ന, ആനന്ദ തൈലം കൊണ്ട് നിന്നെ അഭിഷേകം ചെയ്യുവാൻ കഴിയുന്ന, കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ നിന്റെ തല ഉയർത്തുവാൻ കഴിയുന്ന, ശത്രുക്കളുടെ മുമ്പാകെ മേശയൊരുക്കുന്ന ദൈവം തമ്പുരാൻ ജീവിക്കുന്നു. അവൻ നിനക്ക് പ്രതിഫലം തരാതെ നീ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുകയില്ല. ദൈവത്തിന് സ്തോത്രം. അവൻ നിന്റെ കുഞ്ഞുങ്ങളുടെ നന്മ നീ കാണും, മക്കളെ നീ കാണും, മക്കളുടെ മക്കളെ നീ കാണും. അത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ഇന്നത്തെ സാഹചര്യം നോക്കി നീ നാളത്തെ കുറിച്ച് ഭാരപ്പെടരുത്. ഹല്ലേലൂയ. റിബാന ശബ്ദരാധന രിഗതലബൗഡ. ഇന്ന് വേദനയല്ലേ, ഇന്ന് കഷ്ടതല്ലേ, ഇന്ന് പ്രയാസമല്ലേ, ഇന്ന് ഞെരുക്കമല്ലേ, ഇന്ന് കടഭാരമല്ലേ. ഇന്നത്തെ സിറ്റുവേഷൻ നോക്കി നാളെ എന്തായി തീരുമെന്ന് ചിന്തിക്കരുത്. ഇന്ന് ദൈവം സിറ്റുവേഷൻ അനുസരിച്ച് മാറുന്ന ദൈവമല്ല. അവൻ അനുച്ഛാദനമില്ലാത്ത ദൈവമാണ്, സ്ഥായി ഇല്ലാത്ത ദൈവമാണ്. അവൻ സ്ഥിരതയുള്ളവരാണ്. സ്തോത്രം. ഉടമന ഘടരക ശബ്ദരാധന. ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ നിർത്താം. എങ്ങോട്ടുള്ള പോക്കായിരുന്നു? അച്ചാച്ചന്മാരെയും അപ്പച്ചനെയും അമ്മച്ചിയെയും ചില വർഷങ്ങൾ തീറ്റിപ്പോറ്റേണ്ടതിന് തമ്പുരാൻ നേരത്തെ അയച്ചതാ. ദൈവത്തിന് സ്വന്തം. പൊത്തിപ്പറിന്റെ വീട്ടിൽ ചെന്നു, അവിടെയും ശുശ്രൂഷയാ അല്ലേ, അവിടെ ശുശ്രൂഷ ചെയ്തു. അമ്മേ, അപ്പം കൊടുത്ത വസ്ത്രം കഴിഞ്ഞപ്പോൾ ഇപ്പം കിട്ടിയത് വേലക്കാരന്റെ വസ്ത്രമാണ്. എവിടെയാ? പൊത്തിപ്പറിന്റെ വീട്ടിൽ വേലക്കാരന്റെ വസ്ത്രം. വേലക്കാരന്റെ വസ്ത്രം അത് അവൻ തന്നെ അവിടെ ഇട്ടേച്ച് ഓടി. വേണ്ട നേരെ കാരാഗ്രഹത്തിൽ വന്നു, അടുത്തൊരു വസ്ത്രം കിട്ടി. അത് എന്തുവാ? തടവുകാരന്റെ വസ്ത്രമാണ്. 3ാമത്തെ വസ്ത്രം തടവുകാരന്റെ വസ്ത്രം. അപ്പൊ ഞാൻ സമയത്തിന് ഒരു പാസ്റ്റർ സമയം അവസാനിച്ചു. ഞാൻ 4ാമതൊരു വസ്ത്രം കിട്ടി. അത് നിങ്ങൾക്ക് എല്ലാം അറിയാം. അത് മിസ്രൈമിലെ ഉന്നതമായ ഒരു വസ്ത്രമാണ്. അച്ഛാ ഒരു മിനിറ്റ് നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചാട്ടെ. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു മതിച്ച, അതായത് സഹോദരന്മാര് അപ്പം കൊടുത്ത അങ്കി വലിച്ചു കീറി അതിന്റെ ബട്ടൺ താഴെ വീണപ്പോൾ ധൂമ്രവസ്ത്രം, രാജകീയ വസ്ത്രത്തിന്റെ ബട്ടൺ സ്വർഗം മിസ്രൈമിൽ തയ്ച്ചു കഴിഞ്ഞു. അല്ലേ? സ്വത്രം. വിശ്വസിക്കുന്നോ നിങ്ങള്? ആമേൻ. അപ്പം കൊടുത്തി അങ്കി കീറിയപ്പോൾ രാജാവിന്റെ വസ്ത്രം മിസ്രൈമിൽ യോസേഫിന് വേണ്ടി റെഡിയായി കഴിഞ്ഞു. നിന്റെ ഒന്ന് നഷ്ടപ്പെടുമ്പോൾ മറ്റൊന്ന് ദൈവം ഒരുക്കി കഴിഞ്ഞു. ആ രാജവസ്ത്രം നിനക്ക് ധരിക്കണമെങ്കിൽ അപ്പൻ തന്നത് അഴിയണം. അപ്പൻ അളന്നു തരും, അമ്മ അളന്നു തരും. അളന്നു തന്നതിന് അല്ലെങ്കിൽ അതെല്ലാം ഒലിച്ചു പോകും. എന്നാൽ അളവ് കൂടാതെ തരുന്ന, അളവ് കൂടാതെ നിന്നെ മാനിക്കുന്ന ഒരു സ്വർഗമുണ്ട്. അവൻ നിനക്ക് വേണ്ടി ഒരു വസ്ത്രം തയ്പ്പിച്ചു വെച്ചിരിക്കുക. കുഞ്ഞെ ഇന്ന് പകൽക്കാലം മറ്റൊരു രാജ്യത്തേക്ക് നിന്നെ അയക്കുവാൻ ദൈവത്തിന് പ്രസാദമുണ്ട്. അവിടെ നിന്നെ മാനിപ്പാൻ ദൈവത്തിന് പ്രസാദമുണ്ട്. അങ്ങനെ ചെയ്യണമെങ്കിൽ അപ്പം തന്നത് നശിച്ചു പോകണം, അപ്പം കൊടുത്തത് കീറിക്കളയണം. സ്വത്രം. ചുടാ മന രഗതലകടകസി. അപ്പം കൊടുത്തത് ചേട്ടന്മാര് കീറിയത് നന്മയ്ക്കാ. അപ്പം കൊടുത്ത അല്ലെങ്കിൽ വസ്ത്രത്തിന്റെ ബട്ടൺ പൊട്ടിയപ്പോൾ സ്വർഗം രാജകീയ വസ്ത്രത്തിന്റെ ബട്ടൺ അവിടെ തുന്നി കഴിഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്റെ സമ്പത്ത് ഇവിടെ നഷ്ടപ്പെട്ടാൽ, നിന്റെ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായത് മറ്റൊന്ന് ദൈവം എവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നഷ്ടപ്പെട്ടത്. നിന്നെ പട്ടിണി കിടത്തിയെങ്കിൽ ആമേൻ, തമ്പുരാൻ എവിടെയോ നിനക്ക് വേണ്ടി വിരുന്നൊരുക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വാക്കുകളെ വേഗത്തിൽ നിർത്തട്ടെ. ഹല്ലേലൂയ. ദൈവസംബന്ധ സമയം കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി, ഇന്ന് പകല് ദൈവസന്നിധിയിലായി ദൈവമക്കളോട് ആത്മാവ് സംസാരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിന്റെ ഹൃദയത്തിൽ ഇന്ന് പകൽക്കാലം ചൈതന്യം വ്യാപരിക്കട്ടെ. ഈ ദൂത് നിന്നെ ബലപ്പെടുത്തും. യെസ്, ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈ ദൂത് നിന്നോടുള്ളതാണ്. ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നിന്നോട് സംസാരിച്ചു കഴിഞ്ഞു. ഭാരപ്പെടരുത്, ധൈര്യമായിട്ടിരിക്കുക. നിനക്ക് വേണ്ടി ദൈവം എവിടേക്കോ ചിലത് ഒരുക്കിയിട്ടുണ്ട് നിനക്ക് വേണ്ടി. അതുകൊണ്ടാണ് ചിലത് നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് ഇന്ന് ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അത് കഴിഞ്ഞ് രാജാവ് സ്വപ്നം വ്യാഖ്യാനിക്കാൻ അവനെ വിളിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം.
കാര്യങ്ങളെല്ലാം റെഡിയാകുന്നു. അവനെ ഹല്ലേലൂയ മിസ്രൈമിലെ രണ്ടാമനാക്കി വാഴിക്കുന്നു. ദേ അപ്പനും ചേട്ടനിമാരെല്ലാം ചെന്ന് യോസേഫിന്റെ മുമ്പിൽ വണങ്ങുന്നു. യഹൂദിയെ സഹോദരന്മാർ നിന്റെ മുമ്പിൽ വണങ്ങുന്നു എന്നൊരു വാക്യമുണ്ട്. സ്വത്രം വണങ്ങി അവനെ നമസ്കരിച്ചു. ദൈവത്തിന്റെ പ്രവചനം ദൂത് നിവൃത്തിയായി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അപ്പനെ കയറ്റിക്കൊണ്ടു പോകുവാൻ അവൻ ചൈതന്യം ഹല്ലേലൂയ രഥം അയച്ചു. ആ രഥം കണ്ട് യാക്കോബിന് ചൈതന്യം വന്നു എന്ന് തിരുവചനം വായിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിലും ഹല്ലേലൂയ ദൈവം തരുന്ന ചില നന്മ കാണുമ്പോൾ ചൈതന്യം ഉണ്ടാകുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. അവിടെ ഒരു വാക്യം കൂടെ ചേർത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. 47 അധ്യായം വായിക്കുമ്പോൾ ഇങ്ങനെയാണ്, ആമേൻ, ആ രഥം കണ്ടിട്ട് അവൻ ചാടി രഥത്തിൽ കയറിയില്ല. അവൻ ബേർശേബെ ചെന്ന് ദൈവസന്നിധിയിൽ മുട്ടുമടക്കി യാഗം കഴിച്ചു. ദൈവത്തോട് ആലോചന ചോദിച്ച യാക്കോബിനോട് ദൈവം പറഞ്ഞു, ഞാൻ തന്നെയാണ് ആ കൊച്ചനെ അയച്ചത്, ധൈര്യമായിട്ട് കയറിക്കോളാൻ പറഞ്ഞു. നീ ധൈര്യമായിട്ട് കയറിക്കോ, ഞാനാ അയച്ചത്. യാക്കോബ് മിസ്രൈമിൽ വരുന്നു. സംഭവം നിങ്ങൾക്കറിയാം. ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. ഇന്ന് പകൽക്കാലം തള്ളിക്കളഞ്ഞ പൈതല്, തള്ളിക്കളഞ്ഞ നിന്റെ മകൻ, ആമേൻ, ആർക്കും വേണ്ട മന്ദബുദ്ധി, ആമേൻ, ചെകിടൻ, ഊമൻ എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തിയതിനെ കൊണ്ട് നിന്നെ പോഷിപ്പിക്കുവാൻ കഴിയുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. നിന്റെ തലമുറകളിലൂടെ നിന്നെ മാനിക്കുവാൻ കഴിയുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ഇന്ന് കൊള്ളത്തില്ല എന്ന് പറഞ്ഞവനെ കൊണ്ട് നാളെ നിനക്ക് അന്നം ധരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആമേൻ. നമ്മുടെ കരങ്ങളിൽ ഒരു ദൈവത്തെ സൂചിച്ചാട്ടെ. ഇന്ന് രാത്രി ഇന്ന് പകലും ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കും, സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഈ വചനത്താൽ നമുക്ക് എല്ലാവർക്കും ചൈതന്യം ലഭിക്കട്ടെ. ദൈവം നമ്മളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കട്ടെ. ദൈവം നമ്മെ അധികാരപ്പെടുത്തട്ടെ, ബലപ്പെടുത്തട്ടെ. സമയം അനുവദിച്ച ദൈവദാസനോടും ആമേൻ ഈ കൂട്ടായ്മയോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആമേൻ. താങ്ക് യു. God bless you all. Praise the Lord. Thank you, Pastor. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. പൈതൽ പ്രായം മുതൽക്കിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. പൈതൽ പ്രായം മുതൽക്കിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി.